അസ്സലാമു അലൈക്കും. ബാങ്കിന്റെ അവസാനത്തെ ധ്വനിയും കാറ്റിൽ ലയിച്ചു ചേർന്നതും അവൾ കൈകൾ രണ്ടും മുകളിലേക്ക് ഉയർത്തി പൊന്നാര ഹബീബിന്റെ ശുപാർശയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അതിനുശേഷം തഹജ്ജുദിനു ശേഷം ഓതിക്കൊണ്ടിരുന്ന ഖുർആൻ അടച്ചതിൽ ചുംബിച്ചുകൊണ്ട് ഷെൽഫിനു മുകളിൽ പൊക്കിവെച്ചു. ശേഷം സുന്നത്തിനും സുബ്ഹിക്കും വേണ്ടി നിസ്കാരപ്പായയിൽ വന്ന് നിന്നു. നിസ്കാരവും ദിക്റും സ്വലാത്തും ദുഹായും കഴിഞ്ഞ് യാസീനും ഓതി അവൾ റൂമിൽ നിന്ന് വെളിയിലിറങ്ങി. അടുക്കളയിലേക്ക് നടക്കുന്ന മുമ്പ് ചാരിക്കിടക്കുന്ന മുറി ഒന്ന് മെല്ലെ ശബ്ദമുണ്ടാക്കാതെ തുറന്നു നോക്കി. അവിടെ നിസ്കാരപ്പായയിൽ 70-75 വയസ്സ് തോന്നിക്കുന്ന ഐശ്വര്യമുള്ളൊരു ഉമ്മ കിടക്കുന്നുണ്ട്. അവർ ചൊല്ലുന്ന ദിക്റിനും സ്വലാത്തിനും ഒപ്പം അവരുടെ ചുണ്ടും കൈയും ചലിക്കുന്നുണ്ട്. അവൾ ഒരു പുഞ്ചിരിയോടെ അത് നോക്കി വാതിൽ അതുപോലെ തന്നെ ചാരി അടുക്കളയിലേക്ക് നടന്നു. ബിസ്മി ചൊല്ലിക്കൊണ്ട് അടുക്കളയിൽ കയറി ലൈറ്റ് ഓണാക്കി പാത്രം അടുക്കി വെച്ചിരിക്കുന്ന തട്ടിൽ നിന്ന് ഒരു ചായപാത്രം എടുത്തു. പൈപ്പ് തുറന്ന് അതിൽ നിന്ന് 2 പേർക്കുള്ള കട്ടനു വേണ്ടി വെള്ളം പകർത്തി ടാപ്പ് ഓഫാക്കി ഗ്യാസ് ഓണാക്കി പാത്രം വെച്ചു. പഞ്ചസാര പാത്രം തുറന്ന് അതിൽ നിന്ന് പഞ്ചസാര ആവശ്യത്തിന് വെള്ളത്തിലേക്കിട്ട് ഒരു ഏലക്കായും പൊടിച്ചിട്ടു. വെള്ളം തിളച്ചു വരുന്ന സമയം കൊണ്ട് ചോറിനുള്ള വെള്ളം വെക്കാൻ വേണ്ടി അടുപ്പിൽ തീ കത്തിച്ച് കലത്തിൽ വെള്ളം വെച്ചു. ആ സമയം കൊണ്ട് വെള്ളം തിളച്ചതും അവൾ അതിലേക്ക് ചായപ്പൊടിയിട്ട് അതിറക്കി 2 കപ്പിലായി അരിച്ചൊഴിച്ചു. അരി കഴുകി കലത്തിലിട്ട് അവൾ ഒരു കപ്പ് ചായയുമായി അടുത്ത് കിടന്ന കസേരയിൽ ഇരുന്ന് കുടിച്ചു. ചായക്കുടി കഴിഞ്ഞ് അവൾ എഴുന്നേറ്റ് കപ്പ് കഴുകിയതും പുറകിൽ നിന്നും ഒരു വിളി വന്നു. ഫാത്തി. ആ ഉമ്മുമ്മ. അസ്സലാമു അലൈക്കും. അവൾ പുഞ്ചിരിയോടെ സലാം പറഞ്ഞു. ഉമ്മമ്മ സലാം അതേ പുഞ്ചിരിയോടെ മടക്കി. മോൾ പോയി മുറ്റം തൂത്തോ? ഉമ്മുമ്മ ബാക്കി കറിക്കുള്ള എല്ലാം നോക്കാം. ആയിക്കോട്ടെ. ഫ്രിഡ്ജിൽ ചപ്പാത്തിക്ക് പരത്തി വെച്ചിട്ടുണ്ട്. പിന്നെ കടല വെള്ളത്തിലും ഇട്ടിട്ടുണ്ട്. തൂക്കാൻ ഇറങ്ങും മുമ്പ് അവൾ ഓർമ്മിപ്പിച്ചു. തൂത്ത് വരുമ്പോൾ പയറോ വെണ്ടയോ പാകമായ ഉണ്ടേൽ അത് പൊട്ടിച്ചോ. ഉച്ചക്കത്തേക്ക് തോരനാക്കാം. അവൾ ഒന്ന് മൂളിക്കൊണ്ട് വെളിയിലിറങ്ങി. വെള്ള മണ്ണിൽ കുറച്ച് വെള്ളം തളിച്ച് ആ കൊച്ചു വീടിന്റെ മുറ്റം അവൾ അടിച്ചുവാരി. തൊട്ട് അടുത്തായി ഉള്ള വീടുകളിൽ നിന്ന് എല്ലാം അപ്പോഴേക്കും കുക്കറിൽ വിസിലടി ശബ്ദവും പാത്രങ്ങളുടെ തട്ടലും മുട്ടലും ഉയർന്നു കേൾക്കാമായിരുന്നു. മുറ്റമടിച്ച് ചൂൽ കൊണ്ട് വെച്ച ശേഷം ഫാത്തി വീടിനോട് ചേർന്നുള്ള പൈപ്പിൽ കാലും മുഖവും കഴുകി. തിരിച്ചു വരും വഴി അവൾ ഉമ്മുമ്മ പറഞ്ഞ പോലെ മുറ്റത്തെ ഗ്രോ ബാഗിൽ വളർത്തിയ വെണ്ടക്കായിൽ നിന്ന് പാകമായ വെണ്ടക്ക പൊട്ടിച്ചു എടുത്തു. പാകമായ പയറൊന്നും പടർന്ന വള്ളിയിൽ കാണാത്തകൊണ്ട് അപ്പുറമായി പടർന്നു കയറിയ കോവയിൽ നിന്ന് അവൾ കുറച്ച് കോവക്കായും പൊട്ടിച്ചു. അത് അടുക്കളയിൽ വെച്ച് സമയം നോക്കിയത് 7 മണി കഴിഞ്ഞിരുന്നു. എന്നാ മോൾ പോയി കുളിച്ചു മാറിക്കോ. വേണ്ട ഉമ്മമ്മ, ഞാനും സഹായിക്കാം. ഇന്ന് ട്യൂഷൻ എടുക്കാൻ പോകണ്ടല്ലോ എനിക്ക്. ഇന്ന് ക്ലാസ്സില്ലേ കുട്ടിയെ? ഉണ്ട്. 9:30 അല്ലേ? 8:30 ആകുമ്പോഴേക്കും ഇറങ്ങാം. ഇനി എത്ര നാൾ കൂടെ ഉണ്ട് ക്ലാസ്സിന്? എക്സാം ആണെന്ന് പറഞ്ഞിട്ട് 3 ദിവസം കൂടെ ക്ലാസ്സുള്ളൂ. അത് കഴിഞ്ഞ് എക്സാമിന് പോയാൽ മതി. അവർ ഓരോന്നും സംസാരിച്ച് ഒരുവിധം ജോലിയെല്ലാം ഒരുക്കി. എന്നാ ഞാൻ കുളിച്ചിട്ട് വരാം. എനിക്കുള്ള ചോറ് പൊതിഞ്ഞു വെക്കണേ. അവൾ കുളിച്ചു മാറി വന്ന് കഴിക്കാനെടുത്തു. ഇരുവരും ഒരുമിച്ച് കഴിച്ചു എഴുന്നേറ്റു. എന്തേലും ഉണ്ടേൽ എന്നെ വിളിക്കണേ, ഞാൻ ഇറങ്ങുവാ. പൊതിച്ചോറ് എടുത്ത് ബാഗിലാക്കി വെള്ളക്കുപ്പിയും ഒപ്പം വെച്ച് ചാർജിലിട്ടിരുന്ന ഫോൺ എടുത്തുകൊണ്ട് അവൾ പറഞ്ഞു. ഞാൻ വിളിക്കാം. ഉമ്മുമാക്ക് സലാം പറഞ്ഞ് ഇട്ടിരുന്ന ഹിജാബ് കണ്ണ് മാത്രം കാണുന്ന വിധമാക്കി അവൾ ഇറങ്ങി റോഡിലേക്ക് നടന്നു. പോകുന്ന വഴി പരിചയം ഉള്ളവരെ കാണുമ്പോൾ പുഞ്ചിരിക്കാൻ അവൾ മറന്നില്ല. ചുണ്ടിലെ പുഞ്ചിരി ആർക്കും കാണാൻ സാധിച്ചില്ലേലും ചുണ്ടുകൾക്ക് ഒപ്പം പുഞ്ചിരിക്കുന്ന അവളുടെ കണ്ണുകളിൽ നിന്ന് അവൾ പുഞ്ചിരിക്കുവാണെന്ന് കാണുന്നവർക്ക് മനസ്സിലായി. അത് കാണുമ്പോൾ സ്നേഹത്തോടെ തന്നെ തിരിച്ചും പുഞ്ചിരിച്ചു. നീണ്ടു കിടക്കുന്ന പച്ച നെൽപ്പാടത്തിന്റെ ഭംഗിയും കാറ്റും ആസ്വദിച്ച് അവൾ നടന്നു. കരുവാറ്റ എന്ന നാടിന്റെ മനോഹാരിതയെ വിടർന്ന കണ്ണിൽ നിറച്ചുകൊണ്ട്. മോളെ ഫാത്തി. പുറകിൽ നിന്ന് ആരോ വിളിച്ചതും അവൾ തിരിഞ്ഞു നോക്കി. ആ മേരി ചേച്ചി. എന്താ? അവരുടെ കയ്യിൽ
തൂങ്ങി സ്കൂൾ യൂണിഫോം ഇട്ടു നിൽക്കുന്ന കൊച്ചുമിടുക്കിയെ നോക്കി പുഞ്ചിരിച്ചു കൊണ്ട് അവൾ ചോദിച്ചു. അവളുടെ പുഞ്ചിരി മനസ്സിലായതും ആ അമ്മയും മകളും ഒരുപോലെ ചിരിച്ചു. മോളെ, അനുവിൻ്റെ സ്കൂൾ വാൻ ഇന്നും മിസ്സായി. മോൾ ബസ് സ്റ്റോപ്പിലേക്കല്ലേ? ബുദ്ധിമുട്ടലിൽ ഇവളെ കൂടെ കൊണ്ടുപോകുവോ? ആ, അതിനെന്താ, ഞാൻ കൊണ്ടുപോകാം. വായോ അനു. അവൾ കൈ നീട്ടിയതും ആ കൊച്ചുമിടുക്കി അമ്മയുടെ കൈ വിട്ട് അവളുടെ കയ്യിൽ തൂങ്ങി. ഇത് ഇടക്ക് പതിവുള്ളതാണ്. വാൻ മിസ്സാകുന്ന ദിവസം ഫാത്തി ആ വഴിയാണേൽ ഫാത്തിക്ക് ഒപ്പം പോകും. അനു ബസ് സ്റ്റോപ്പിൽ നിന്ന് വേറെ വഴിക്ക് പോകാൻ പാസ് ചെയ്യുന്ന സ്കൂൾ വാൻ കിട്ടും. അനു മമ്മക്ക് നേരെ കൈവീശി കാട്ടി ഫാത്തിക്ക് ഒപ്പം നടന്നു. എല്ലാം പഠിച്ചിരുന്നോ? ആ, ഞാൻ എല്ലാം പഠിച്ചു. ഹോംവർക്കും ചെയ്തു, അനു ഉത്സാഹത്തോടെ പറഞ്ഞു. ഗുഡ് ഗേൾ, അവൾ അതേ ചിരിയോടെ പറഞ്ഞു. അപ്പുറത്ത് സൈഡിലായി ആറ്റിൽ നീന്തിയും മുങ്ങിയും പൊങ്ങിയും കളിക്കുന്ന ഒരു കൂട്ടം കുട്ടികളുടെ അടുത്ത് എത്തിയത് ഫാത്തിമയുടെ കാലുകൾ നിന്നു. ഡാ കുരുട്ടുകളെ! അവളുടെ കള്ള ഗൗരവത്തിൽ ഉള്ള വിളി കേട്ടതും എല്ലാവരും വെള്ളത്തിൽ തന്നെ നിന്ന് അവളെ നോക്കി ചിരിച്ചു. നിനക്കൊന്നും ഇന്നും പോകണ്ടേ? വെള്ളത്തിൽ കിടന്ന് മറിയുന്നു. കൺമഷിയോ സുറുമയോ എഴുതാത്ത അവളുടെ കണ്ണുകൾ കൂർത്തതും അവർ എല്ലാം പരസ്പരം നോക്കി. തങ്ങളുടെ പ്രിയപ്പെട്ട ട്യൂഷൻ ടീച്ചറിനെ അറിയാൻ ആ കുട്ടിപ്പട്ടാളങ്ങൾക്ക് മുഖം കാണണമെന്നില്ലായിരുന്നു. ഞങ്ങൾ ഇപ്പോൾ മദ്രസ വിട്ട് വന്നേ ഉള്ളൂ, ഇപ്പോൾ കുളിച്ചു പോകും, അതിലൊരുവൻ പറഞ്ഞു. അപ്പോൾ ദേവുട്ടനും കണ്ണനും ഒക്കെ ഇതുവരെ കുളിക്കാതെ എവിടെയായിരുന്നു? ഞങ്ങൾ ഇവർ വരാൻ കാത്തിരുന്നതാ. മതി മതി, വെള്ളത്തിൽ കളിച്ച് വേഗം കയറി സ്കൂളിൽ പോകാൻ നോക്ക്. എല്ലാം അവളുടെ പറച്ചിൽ കേട്ട് വേഗം എല്ലാവരും ഒന്നുകൂടെ മുങ്ങിപ്പൊങ്ങി തങ്ങളുടെ വീട്ടിലേക്ക് ഓടി. നന്നായി മോളെ, ഇല്ലേൽ ഇപ്പോഴേ ഒന്നും പോകില്ലായിരുന്നു. 9:30 തുടങ്ങുന്ന സ്കൂളിൽ പോകാൻ 9 മണി കഴിഞ്ഞ ഈ വെള്ളത്തിൽ നിന്ന് എല്ലാവരും കയറുള്ളായിരിക്കും. തുണി അലക്കി നിന്ന ഒരു ചേച്ചി പറഞ്ഞു കേട്ട് അവൾ ചിരിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു. ആ വഴി അവസാനിക്കുന്നത് വാഹനങ്ങൾ വേഗത്തിൽ പായുന്ന റോഡിലേക്കാണ്. അവൾ അനുവിനെയും കൂട്ടി ബസ് സ്റ്റോപ്പിൽ ചെന്നു നിന്നു. കുറച്ചു കഴിഞ്ഞ് അനുവിൻ്റെ ബസ് വന്നതും അവൾ അനുവിനെ സൂക്ഷിച്ചു കയറ്റി വിട്ടു. തൊട്ടുപുറകിൽ അവളുടെ ബസ് വന്നതും അവൾ അതിൽ കയറി ഒഴിഞ്ഞ ഒരു സീറ്റിൽ നില ഉറപ്പിച്ചു.